ഹായ് ഫ്രണ്ട്സ്, എനിക്കിന്ന് 2 പ്രോഗ്രാമാണുള്ളത്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ആദ്യം സന്തോഷ് സാറിൻ്റെ വീട്ടിൽ പോവുകയാണ്. സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പ്രോഗ്രാമിന് പോകുന്നത്. സാറെല്ലാം റെഡി ആയി വരുന്ന സമയം കൊണ്ട് സാറിൻ്റെ വീട്ടിലെ പൂച്ചയും കോഴിയും ബേഡ്സിനെയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ സാറ് കാറൊക്കെ എടുത്തു. കയറി കഴിഞ്ഞ് പിന്നെ അച്ഛനും സാറും കൂടെ ഭയങ്കര കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ പാർവതി ചേച്ചി വിളിക്കാൻ പോയി. ചേച്ചിയെ കയറ്റി ഞങ്ങൾ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം നടന്നത്. ഞാൻ ഈ സെൻറ്ററിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കോസ്മോ എന്നാണ് ഈ സെൻറ്ററിൻ്റെ പേര്. കയറി ചെല്ലുമ്പോൾ തന്നെ കൃഷ്ണനും രാധയുടെയൊക്കെ വിഗ്രഹം ഉണ്ടായിരുന്നു. അഭിരാമി ആൻഡ് അനിൽ ഇവരുടെ കല്യാണത്തിനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങളാണ് ആദ്യം വന്നത്. പിന്നെ പൂജാരിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയം കൊണ്ട് തന്നെ മൈക്കിൻ്റെയും സ്പീക്കറിൻ്റെയും സൗണ്ടൊക്കെ നോക്കി. ബിസ്മയുടെയാണ് സിസ്റ്റം. എല്ലാവരും വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സാർ പാടി ഫസ്റ്റ്. അത് കഴിഞ്ഞ് പറഞ്ഞു ചേച്ചി സാറിന് ഡുവറ്റ് പാടി. പിന്നെ ഞാൻ പാടി. കുറേ പാട്ടൊക്കെ പാടി. ഏകദേശം 2 മണിയൊക്കെ ആകാറായപ്പോൾ ഞങ്ങൾ പ്രോഗ്രാം നിർത്തി. നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ സിസ്റ്റവും സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. എനിക്ക് അവിടെ ദേവദശകം ചൊല്ലണമായിരുന്നു. അതുകൊണ്ട് ഞാനും അച്ഛനും നേരത്തെ ഇങ്ങ് പോന്നു. ആദ്യം ഞാൻ ദേവദശകം പാടി. പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് രാവിലത്തെ പ്രോഗ്രാമിൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല സന്തോഷ് സാറിനും ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പറ്റുന്ന പോലെ പാടാൻ ശ്രമിച്ചു. സാറും രതീഷ് സാറും പിന്നെ അബിൽ ചേട്ടനും പ്രതിമയും ഞാനുമായിരുന്നു പാടിയത്. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. എനിക്കും ഇഷ്ടപ്പെട്ടു എല്ലാ പാട്ടും. അങ്ങനെ ഇന്ന് 2 പ്രോഗ്രാമും കഴിഞ്ഞു. എനിക്ക് നല്ലോണം പാടാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ.